الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നാം ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പെരുന്നാൾ സുദിനം നമ്മുടെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സുദിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ യൗമുൻ നഹർ, യൗമു അറഫ വ യൗമുൻ നഹർ വ അയ്യാമു തശ്രീഖ് ഈദുൽ അഹ്ലിൽ ഇസ്ലാം, അഥവാ അറഫ ദിവസവും പിറ്റേന്നുള്ള ബലിപെരുന്നാൾ ദിവസവും തുടർന്നുള്ള അയ്യാമു തശ്രീഖ് 11, 12, 13 ദിവസങ്ങളും മുസ്ലിം സമുദായത്തിൻ്റെ ആഘോഷ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാളിനും അനുബന്ധ 3 ദിവസങ്ങളിലും വ്രതാനുഷ്ഠാനം ഇസ്ലാം വിലക്കിയിരിക്കുന്നു. അയ്യാമു അക്ലിൻ വശുർബ്, അത് യൗമുൻ നഹർ വ യൗമുൽ ഖർ, അയ്യാമു അക്ലിൻ വശുർബ്, അത് തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യൗമുൽ ഖർ എന്ന് പറഞ്ഞാൽ അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങളാണ് ഉദ്ദേശം. അവിടെയാണ് ആജിമാരായ ആളുകൾ മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും മാറി മിനയിൽ അവർ സ്ഥിരമായി 3 ദിവസം ഉണ്ടാകുന്നത് കൊണ്ടാണ് യൗമുൽ ഖർ എന്ന് അതിന് പേര് കിട്ടിയിട്ടുള്ളത്. സഹോദരന്മാരെ, ആ സന്തോഷത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ സൃഷ്ടിച്ചത്. അവനാണ് നമ്മുടെ രക്ഷിതാവ്. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. അവനോടൊപ്പം ഒരാളെയും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അവനെ അല്ലാതെ വേറെ ആരെയും നമ്മൾ ആരാധിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു നാഥൻ, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ വ അന റബ്ബുക്കും ഫഅ്ബുദൂൻ, നിങ്ങളുടെ ഈ സമുദായം അഥവാ മുസ്ലിം ഉമ്മ, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലക്ക് ഇന്നത്തെ ഈ പ്രഭാതം കേരളത്തിലെ എല്ലാ സത്യവിശ്വാസികളായ ആളുകളും സന്തോഷപൂർവ്വം ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ വ്യത്യസ്തരാണ്.
എന്താണ് അവരെ വ്യത്യസ്തരാക്കുന്നത്? അവർ ഏകനായ അള്ളാഹുവിനെ മാത്രമേ വണങ്ങൂ, അവന്റെ മുമ്പിൽ മാത്രമേ റുക്കോയും സുജൂദും ചെയ്യൂ, അവനോട് മാത്രമേ അവർ വിളിച്ചു പ്രാർത്ഥിക്കൂ. മനുഷ്യരിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ പ്രകൃതിയിലെ സൂര്യചന്ദ്രന്മാരെയോ വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടിയെയോ അവർ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അള്ളാഹുവിനാൽ നിർദ്ദേശിക്കപ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രീതിയും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളും നമ്മുടെ ആദർശവും വ്യത്യസ്തങ്ങളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അർത്ഥത്തിലും ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് പൂർണ്ണമായും അവരുമായി മുഖാലഫത്ത്, അവരുടെ രീതികൾക്കും അവരുടെ സ്വഭാവങ്ങൾക്കും വ്യത്യസ്തങ്ങളായ രീതികളും സ്വഭാവങ്ങളും സ്വീകരിച്ചു. ഉദാഹരണത്തിന് മുശ്രിക്കുകൾ ആരും അറഫയിൽ നിൽക്കാറുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അവർ മുസ്ദലിഫയിൽ ചെന്ന് കൂടുകയാണ് ചെയ്യുക. പുറം ലോകങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാരായ ആളുകളാണ് അറഫയിൽ നിൽക്കുക, മുശ്രിക്കുകൾ അവിടെ നിൽക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് തന്നെ അറഫയിൽ നിൽക്കലാണ്. അൽ ഹജ്ജു അറഫ, അറഫയിൽ നിൽക്കലാണ് ഹജ്ജ് എന്ന് നിയമമാക്കിയതിലൂടെ അവരുടെ ആ നിലപാടിനും അവരുടെ ആ രീതിക്കും മുഖാലഫ, അതിൽ നിന്ന് വ്യത്യസ്തമായ രീതി സ്വീകരിച്ചു. മുസ്ദലിഫയിൽ നിന്ന് സൂര്യൻ ഉദിച്ച ശേഷം ആണ് മുശ്രിക്കുകളായ ആളുകൾ മിനായിലേക്ക് പുറപ്പെട്ടിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ മിനായിൽ നിന്ന് പുറപ്പെടണം എന്ന നിർദ്ദേശം കൊടുത്തു. അത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എതിര് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദി അൽ മുഹസ്സറിലൂടെ നടന്നു വരുമ്പോൾ വളരെ വേഗത്തിൽ ആ വാദിൽ മുഹസ്സറിൽ നിൽക്കാതെ വളരെ വേഗത്തിൽ അതിലൂടെ, കാരണം ആനക്കലഹ വർഷത്തിൽ അബ്രഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തെയും അള്ളാഹു നശിപ്പിച്ച സ്ഥലമാണത്. എന്നാൽ മുശ്രിക്കുകളായ ആളുകൾ ഈ വാദിൽ മുഹസ്സറിൽ വന്ന് കുടിച്ചും മതിച്ചും ഉല്ലസിച്ചും അതുപോലെ തന്നെ അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ അപരാഭിധാനങ്ങൾ ഏറ്റുപാടിയും വലിയ മഹത്വം പ്രകടിപ്പിച്ചിരുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ മുസ്ലിങ്ങൾ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ വേഗത്തിൽ അതിലൂടെ നടന്നു പോകാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വിശ്വാസത്തിലും സംസ്കാരത്തിലും ജീവിതരീതികളിലും വസ്ത്രധാരണയിലും എല്ലാ നിലക്കും ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തമാണ് വിശ്വാസികളായ മുഅ്മിനുകൾ, ഏകദൈവ വിശ്വാസികൾ അഥവാ സത്യവിശ്വാസികൾ, മുസ്ലിങ്ങൾ. നാം ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു പ്രവാചകനെ അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. മാനവ സമുദായത്തിന് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമൻ, മാനവ സമുദായത്തിന് നിന്നെ ഇമാമായി നിശ്ചയിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എങ്ങനെയാണ് മാനവ സമുദായത്തിന്റെ ഇമാമാവാൻ അദ്ദേഹം അർഹത നേടിയത്? എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെയും ഒഴുക്കിനെതിരെ അദ്ദേഹം നീങ്ങി. അദ്ദേഹം പിറന്നു വീണ വീട്, അദ്ദേഹത്തിന്റെ പിതാവ് ആസർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന മൂശാരിയായിരുന്നു. വിഗ്രഹങ്ങളെ നിർമ്മിച്ച് അള്ളാഹു അല്ലാത്ത ആരാധന നടത്തുന്ന ആളുകൾക്ക് വേണ്ടി ദൈവങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പിതാവിന്റെ മകനായിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത്. പക്ഷെ അദ്ദേഹം ആ വീട്ടിൽ നിന്ന് തന്നെ പിതാവിനെ ചോദ്യം ചെയ്തു. മിണ്ടാൻ കഴിയാത്ത, ചോദിച്ചാൽ ഉത്തരം ചെയ്യാൻ സാധ്യമല്ലാത്ത ഈ നിശ്ചലങ്ങളായ നിർജീവങ്ങളായ ഈ കല്ലുകളെയും മരങ്ങളെയും ആണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് തൻ്റെ പിതാവിനോട് മുഖത്ത് നോക്കി അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ ആദർശബോധത്തിൽ നിന്നാണ് ആ ചോദ്യമുണ്ടായത്. എന്നാൽ ഇത് നീ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും, അതല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കും എന്ന് വളരെ ശക്തമായി പിതാവ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ നിങ്ങൾ എൻ്റെ സ്വാതന്ത്ര്യത്തെയും എൻ്റെ വിശ്വാസത്തെയും ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ റബ്ബ് എനിക്ക് തേടിത്തരുന്ന, എനിക്ക് നൽകുന്ന ഒരു വഴിയിലേക്ക് പോവുകയാണ്. ഞാൻ അതിന് സമാധാനവും എൻ്റെ ആദർശവും സംരക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു വലിയ ചരിത്രമാണത്. അവിടെയൊന്നും നിന്നില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വലിയ ഒരു ചക്രവർത്തി, സ്വേച്ഛാധിപതിയായ ചക്രവർത്തി, എല്ലാം ഞാനാണ് നിങ്ങൾക്ക് എന്ന് ഉഹുങ്ങു പറഞ്ഞിരുന്ന നമ്രൂദ് രാജാവിന്റെ മുമ്പിൽ അദ്ദേഹം നിന്നു. തൗഹീദിലേക്ക് ക്ഷണിച്ചു. പടച്ചവൻ മാത്രമാണ് ഇലാഹ്, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അദ്ദേഹത്തോട് പ്രതികരിച്ചത്, ഇങ്ങനെ
ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാരുടെ കാലത്തിൽ ഞങ്ങൾ ശീലിച്ച വിശ്വാസങ്ങളോടും ആദർശങ്ങളോടും എതിര് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു വലിയ അഗ്നികുണ്ടാരം തീർത്തതിൽ ഇബ്രാഹിം നബിയെ എറിഞ്ഞു കളയാനാണ് അവർ തീരുമാനിച്ചത്. അവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്നിഗ്ധ ഘട്ടത്തിൽ ജിബ്രീൽ എന്ന മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു, എന്തൊരു സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അതിനായി എന്നെ അള്ളാഹു പറഞ്ഞയച്ചതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തിന്റെ വാചകം, അള്ളാഹു ആലിമുൻ ബിഹാലി യുഗ്നി അൻ സുആലി, ഞാൻ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നതിന് പകരം ഞാനിപ്പോഴുള്ള അവസ്ഥ അള്ളാഹുവിന് അറിയാം, അവൻ എന്നെ രക്ഷപ്പെടുത്തും എന്ന ദൃഢമായ വിശ്വാസം. തീയിലവരെറിഞ്ഞു. ഇബ്രാഹിം അത്ഭുതപ്പെട്ടു പോയവർ കത്തിക്കരിഞ്ഞ് വെണ്ണീരാകും എന്നിവർ പ്രതീക്ഷിച്ചിടത്ത് രോമത്തിന്റെ പോലും കേടുപറ്റാതെ ആ അഗ്നികുണ്ടാരത്തിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് വരുന്നതാണ് കണ്ടത്. പിന്നെ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ, അതിനേക്കാൾ വലിയ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയത്, അദ്ദേഹത്തിന് വളരെ പ്രായമേറിയ ഒരു സമയത്താണ് സന്താനങ്ങളെ കൊടുത്തത്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതും ഒരുപാട് പ്രായം കഴിഞ്ഞതിന് ശേഷമാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജനിക്കുകയും അങ്ങനെ കുഞ്ഞായി വളരുകയും അദ്ദേഹത്തോടൊപ്പം വേലകളും ജോലികളും എടുത്ത് പിതാവിനെ സഹായിക്കാൻ ആവശ്യമായൊരു പ്രായമെത്തിയപ്പോൾ, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക്, കുഞ്ഞെ നിന്നെ അറക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാ അബതി ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, പിതാവേ അങ്ങനെ ഒരു നിർദ്ദേശം പടച്ചവന്റെ ഭാഗത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ നിർദ്ദേശം താങ്കൾ നടപ്പാക്കുക, ഞാൻ ആ സാഹചര്യത്തെ ക്ഷമാപൂർവ്വം നേരിട്ട് കൊള്ളാം. ഇങ്ങനെ പിതാവിന്റെ ഇംഗിതത്തിനും പിതാവിന്റെ കൽപ്പനക്കും പിതാവിന്റെ സന്തോഷത്തിനും നിന്നുകൊടുക്കുന്ന ഒരു മകൻ, അനുസരണമുള്ള എല്ലാ അർത്ഥത്തിലും പിതാവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പടച്ചവൻ ആ കുഞ്ഞിനെ അറുക്കണം എന്ന് നിർദ്ദേശിച്ചപ്പോൾ അതിനായി തയ്യാറായി, എല്ലാ ഒരുക്കത്തോടും കൂടി അതിനുവേണ്ടി തയ്യാറായപ്പോൾ ഫനാദൈനാഹു, ആ ഇബ്രാഹിമിനെ നാം വിളിച്ചു. അൻയാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചെന്ന സ്വപ്നം താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരം നന്മ പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യന്മാർക്ക്, അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരമാണ് പ്രതിഫലം നൽകുക. ഇന്ന ഹാദാ ലഹുൽ ബലാഉൽ മുബീൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണിത്. തനിക്ക് വളരെ വലിയ സമയത്ത് ജനിച്ച ഒരു കുട്ടി തനിക്കെല്ലാം ആശ്രയമാകുമെന്നും സഹായമാകുമെന്നും വിചാരിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞിനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ബലി കൊടുക്കണം എന്ന നിർദ്ദേശം വന്നപ്പോൾ ശങ്കയില്ലാതെ സംശയമില്ലാതെ ആ കാര്യം മകനോട് തുറന്നു പറയുകയും മകന്റെ സമ്മതത്തോടു കൂടി അതിന് ഉദ്യുക്തനാവുകയും ചെയ്തപ്പോൾ, തയ്യാറാവുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വിളിച്ച്, ഇബ്രാഹിം താങ്കൾ അത് പൂർത്തിയായ അവസ്ഥയിലാണ്, നിർദ്ദേശം താങ്കൾ അനുസരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി ആ കുട്ടിയെ അറുക്കേണ്ടതില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു ബലിമൃഗത്തെ പകരമായി താങ്കൾക്ക് നൽകിക്കൊണ്ട് അതിനെ പകരമായി ബലിയറുക്കുക എന്ന് പറഞ്ഞു. ആ സ്മരണയാണ് ഇന്ന് മുസ്ലിങ്ങൾ നമസ്കാരത്തിന് ശേഷം മുതൽ അയ്യാമത്തെ ശരീഅത്തിന്റെ ഖുറൂബ് വരെ, 13 ദുൽഹജ്ജ് 13 ഖുറൂബ് വരെ ഈ 4 ദിവസങ്ങൾ ബലിയറുക്കുവാനുള്ള ദിവസങ്ങളാണ്. ഏറ്റവും നല്ലത് ഏറ്റവും വേഗത്തിലും ഏറ്റവും നേരത്തെയും ബലി കൊടുക്കലാണ്. എന്നാൽ നമുക്ക് അനുവാദമുണ്ട് നാളെയും മറ്റന്നാളും അതിനുശേഷമുള്ള ദിവസവും സൂര്യാസ്തമയം വരെയും ബലി നടത്തുവാനുള്ള സൗകര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ബലികർമ്മത്തിലൂടെ നാം ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ്. ബഹീമത്തുൽ അൻആം, ആട് മാട് ഒട്ടകങ്ങൾക്കാണ് ബഹീമത്തുൽ അൻആം എന്നത് മറ്റൊരു മൃഗങ്ങൾക്കും പറയില്ല. ആടുകളോ മാടുകളോ ഒട്ടകങ്ങളോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കുക. അങ്ങനെ ബലി കൊടുക്കുമ്പോൾ അതിന്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ രേഖകളിൽ പ്രമാണങ്ങളിൽ അത് നിർവഹിച്ച വ്യക്തിയുടെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു ശുക്രിന്റെ ഒരു ഇബാദത്താണ് ബലികർമ്മം എന്ന് പറയുന്നത്. ആ ബലികർമ്മം ഉണ്ടായത് ഈ സംഭവത്തിനോടനുബന്ധിച്ചാണ്. അങ്ങനെ ലോകത്തുള്ള മുസ്ലിങ്ങൾ എല്ലാവരും അള്ളാഹുവിനോട് നന്ദി സൂചകമായി ആടോ മാടോ ഒട്ടകങ്ങളോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം അങ്ങനെ ബലിയെടുക്കുമ്പോൾ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും,
നിങ്ങൾ അങ്ങനെ ബലി കൊടുക്കുമ്പോൾ ആ ബലിമൃഗത്തിന്റെ രക്തമോ ആ ബലിമൃഗത്തിന്റെ മാംസമോ പടച്ചവന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. അത് ഭൂമിയിലുള്ള ആളുകൾ തന്നെയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്. അറവ് നടത്തുന്നവൻ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, സാധുക്കൾക്ക് അത് വിതരണം ചെയ്യാം. അങ്ങനെ ആ ബലിമൃഗത്തിന്റെ രക്തവും മാംസവും അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. പക്ഷേ ആ ബലികർമ്മം നിങ്ങൾ നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, മനസ്സിലൊരു അനുസരണമുണ്ട്, മനസ്സിലൊരു കൂറുണ്ട്, മനസ്സിലൊരു താഴ്മയുണ്ട്. പടച്ചവൻ നൽകിയ ഈ മൃഗത്തെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവന് വേണ്ടി ബലി കൊടുക്കുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ മൃഗത്തെ ബലിയെറുക്കുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ അവനെയാണ് നമ്മൾ വലുതാക്കുന്നത്. അവൻ അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ദിവസത്തിലെ ഒരു വലിയ ദിക്റാണ് തക്ബീർ എന്ന് പറയുന്നത്. അത് അറഫ ദിവസം സുബഹി നമസ്കാരം മുതൽ അയ്യാമു തശ്രീഖിന്റെ മൂന്നാമത്തെ ദിവസം അസ്ർ നമസ്കാരം വരെയും അങ്ങനെ മുഖയ്യദായ തക്ബീറും എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും 3 തവണ തക്ബീർ ചൊല്ലുക, അതിനാണ് തക്ബീറുൽ മുഖയ്യദ് എന്ന് പറയുന്നത്. എന്നാൽ മുത്തലക്കായ തക്ബീർ എപ്പോഴും നമുക്ക് തക്ബീർ പറഞ്ഞുകൊണ്ടിരിക്കാം. അങ്ങനെ അറഫ ദിവസം സുബഹി നമസ്കാരം മുതൽ ആരംഭിച്ച് അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെയും നിലനിൽക്കുന്ന ഈ തക്ബീർ, അത് അള്ളാഹു മഹാനാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്, അവനല്ലാതെ വേറെ ആരാധ്യനില്ല, അവനാണ് സർവസ്തുതിയും എന്ന് ഒരു മുസ്ലിം വളരെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, അതോടൊപ്പം മുസ്ലിം സമുദായത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ് സ്ത്രീകൾ. സ്ത്രീകൾ എന്ന് പറയുന്നത് വളരെയധികം മാന്യത കൽപ്പിക്കപ്പെട്ട, ഇസ്ലാമിൽ ആ സ്ത്രീകളുടെ അവകാശങ്ങളും അതുപോലെ തന്നെ അവർക്ക് ഉള്ള മാന്യതയും അവർക്കുള്ള കറാമത്ത്, അവർക്കുള്ള ബഹുമാന്യതയും നിലനിർത്തിയിട്ടുള്ള മതമാണ്. മാതാവിന്റെ ബഹുമതി എന്താണെന്ന് നമുക്കറിയാം. അതേ പ്രകാരം തന്നെ ആ മുസ്ലിം സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിം സഹോദരനും സഹോദരിയുമാണെങ്കിലും അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും അധികം വിശ്വാസികൾക്ക് മാതൃകയായി 2 സ്ത്രീകളെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫിറഔന്റെ ഭാര്യയായ ആസിയ അലൈഹിസ്സലാത്തു വസ്സലാം, അതേ പ്രകാരം തന്നെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ 2 സ്ത്രീകളെയും മുസ്ലിങ്ങളായ ആളുകൾക്ക് ഉദാഹരണമായി അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മര്യാദ പാലിക്കണം, ഇസ്ലാമിക സംസ്കാരം പാലിക്കണം, ഇസ്ലാമിക വേഷവിധാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ അഹ്സാബിൽ, ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽന ഖൗലൻ മഅറൂഫ. നിങ്ങൾ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത്, മറ്റൊരുത്തനെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന വിധം നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവൻ, അധാർമികമായ പ്രവർത്തനങ്ങൾ ശീലിച്ചവൻ, അവൻ നിങ്ങളിൽ താല്പര്യപ്പെടും. അതുകൊണ്ട് വഖുൽന ഖൗലൻ മഅറൂഫ, ഏറ്റവും മാന്യമായ സംസാരങ്ങൾ നിങ്ങൾ നടത്തുക. വഖർന ഫീ ബുയൂതികുന്ന, അതേ പ്രകാരം തന്നെ ആവശ്യങ്ങൾക്കല്ലാതെ അനാവശ്യങ്ങൾക്ക് പുറത്തിറങ്ങി വിലസി നടക്കരുത്. വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊല, പൂർവിക ജാഹിലിയ കാലത്ത് പെണ്ണുങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ എല്ലാ വസ്ത്ര വിക്ഷാടനം നടത്തി ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ചിരുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം, അതേ പ്രകാരം തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. ഇങ്ങനെ ചെയ്താൽ ഈ അനുസരണത്തിന്റെയും ഈ കൂറിന്റെയും ഈ ഇസ്ലാമിക സംസ്കാരത്തോടുള്ള ജീവിതത്തിനും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ ശരിയായ വേഷവിധാനങ്ങൾ ധരിക്കണം, തന്റെ ഔറത്തുകൾ പൂർണ്ണമായി മറക്കണം, അന്യപുരുഷന്മാർ കാണാൻ പാടില്ലാത്തതെല്ലാം ആ ഒരു സ്ത്രീ അവിടെ മറക്കണം. അതിനൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഹാജിമാർ നടത്തിയിട്ടുള്ള ആ തൽബിയത്ത് നമുക്കറിയാം. ആ തൽബിയത്ത് തൗഹീദിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ആമനു വലം യൽബസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസവുമായി ദുൽമ് കലർത്താതിരിക്കുകയും ചെയ്തവർ, അവർ ദുൽമെന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അളീം, ബഹുദൈവ വിശ്വാസമാണ് ഏറ്റവും വലിയ ദുൽമ്. അതുകൊണ്ട് ആ ദുൽമ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കാണ് നിർഭയത്വം, അവർക്കാണ് സമാധാനം, അവരാണ് സന്മാർഗം സിദ്ധിച്ച ആളുകൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പടച്ചവന്റെ വാഗ്ദാനമുണ്ട്, വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തു, ലയസ്തഖലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ അല്ലാഹു അവർക്ക് ആസ്തിക്യം നൽകും.
കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ള ആളുകൾക്ക് ഭൂമിയിൽ അധികാരവും കൈകാര്യാവകാശവും നൽകിയതുപോലെ നിങ്ങൾക്കും നൽകും. വലയുമക്കിനന്നലവും ദീനവും, അവർക്ക് അവരുടെ മതപരമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം നൽകും. അല്ലദീ ഇർത്തദാലഹും, അവർക്ക് അല്ലാഹു തൃപ്തിപ്പെട്ടു കൊടുത്ത ദീനിനെ. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, നിർഭയത്വത്തിന് ഭയപ്പാടിന് ശേഷം, ബേജാറിന് ശേഷം, ആശങ്കകൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർഭയത്വം കൊടുക്കും. പക്ഷെ ഒരു നിബന്ധന, യഅ്ബുദൂനനീ, അവർ എന്നെ മാത്രം ആരാധിക്കണം. വലാ യുശ്രികൂന ബി ശൈഅ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഫമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, ആരെങ്കിലും അതിനുശേഷം പിന്നെ അവിശ്വാസം സ്വീകരിക്കുന്ന പക്ഷം അവരാണ് അധർമ്മകാരികൾ. സഹോദരന്മാരെ, നമ്മൾ വലിയ ബേജാറിലാണ്. വിശ്വാസികളായ ആളുകൾക്ക് പലപ്പോഴും ആശങ്കയാണ്, എന്താണ് നമ്മുടെ ഭാവി. പലപ്പോഴും പല ഭീഷണികളും വരുന്നു. നമ്മുടെ മത ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നുവിടുമോ എന്നൊക്കെ. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ പല നിലക്കും വരും. അപ്പോഴൊക്കെ നാം നമ്മുടെ ദീനിലേക്ക് മടങ്ങണം, നമ്മുടെ സംസ്കാരത്തിലേക്കും വിശ്വാസങ്ങളിലേക്കും മടങ്ങണം. അപ്പോൾ എല്ലാ അപകടങ്ങളെയും തടുത്തു തരാനും എല്ലാ ഭീഷണികളെയും പ്രതിരോധിക്കാനും എല്ലാ വിധത്തിലുള്ള സഹായഹസ്തങ്ങൾ നമ്മുടെ നേരെ വെച്ചു നീട്ടാനും സർവശക്തനായ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, അള്ളാഹുവിനെ അനുസ്മരിക്കുക. ഉദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു വിശ്വാസിയെ കൈവിട്ട് കളയുകയില്ല. ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, വിശ്വാസികളെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയിൽപ്പെട്ടതാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനും അതുപോലെ തന്നെ പ്രവാചകനും അതുപോലെ തന്നെ വിശ്വാസികൾക്കുമാണ് ഭൂമിയിൽ പ്രതാപം. ഇസ്സത്ത് എന്ന് പറയുന്നത്, പ്രതാപം എന്ന് പറയുന്നത് അള്ളാഹുവിനും അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ. സഹോദരന്മാരെ, ആ വലിയ ഔന്നത്യം നമുക്ക് നൽകുന്നത് നമ്മുടെ വിശ്വാസമാണ്, ആദർശമാണ്. അതുകൊണ്ട് മില്ലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക നമ്മൾ പിൻപറ്റണം. അവനെ നമ്മൾ മാതൃകയായി സ്വീകരിക്കണം. ആ കാര്യം വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സംസാരം നീട്ടുന്നില്ല. പക്ഷേ ഈ ദിവസത്തിന്റെ സവിശേഷത മനസ്സിലാക്കി ഇന്ന് ഇസ്ലാമികമായ സംസ്കാരത്തോട് അനുയോജ്യമായ നടപടിക്രമങ്ങൾ മാത്രമേ പാടുള്ളൂ. അള്ളാഹുവിന് വെറുപ്പുള്ള പ്രവൃത്തികൾ ചെയ്യരുത്. ഇന്ന് ഏറ്റവും പുണ്യകരമായ ദുൽഹജ്ജിന്റെ ആദ്യ 1 മുതൽ 10 കൂടിയുള്ള ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മറ്റെല്ലാ ദിവസങ്ങളിലും അനുഷ്ഠിക്കുന്നതിനേക്കാൾ വമ്പിച്ച പ്രതിഫലമാണ് ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തിൽ ഇന്നും കൂടി ഉൾപ്പെടും. അതുകൊണ്ട് നല്ലത് ചെയ്യുക, കുടുംബങ്ങളെ സന്ദർശിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, തൻ്റെ മുതിർന്ന മാതാപിതാക്കളെ ആദരിക്കുകയും അവർക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക, തൻ്റെ കുടുംബത്തിലെ മുതിർന്ന ആളുകളെ സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക, നല്ലത് സംസാരിക്കുക, ഇസ്ലാമിക ദഅവത്തിന് വേണ്ടിയുള്ള മാർഗങ്ങളും അതുപോലെ തന്നെ പരിപാടികളും ഉണ്ടെങ്കിൽ അതിലെല്ലാം പങ്കെടുക്കുക. അല്ലാതെ അള്ളാഹുവിന് വെറുപ്പുള്ള, കാണാൻ പാടില്ലാത്തത് കാണുകയും കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുകയും അതിലെല്ലാം തന്റെ സാന്നിധ്യം ചെന്നറിയിക്കുകയും തന്റെ അള്ളാഹു അനുഗ്രഹമായി നൽകിയ പണം ഈ ഹറാമായ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുക, അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. അവർക്ക് കടുത്ത അള്ളാഹുവിന് ശിക്ഷയുണ്ടായിരിക്കും, വിചാരണയുണ്ടായിരിക്കും. അവിടെ അള്ളാഹുവിന്റെ വമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, പടച്ചവന്റെ മുമ്പിൽ ചെന്നു നിൽക്കേണ്ടി വരുമെന്ന് പേടിക്കുകയും അവിടുത്തെ ചോദ്യം ചെയ്യൽ ഈ മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കുകയും അങ്ങനെ നന്മയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിർഭയത്വം കൊടുക്കും. അവന് ആ വിചാരണ ദിവസം സമാധാനം നൽകും, അവന്റെ തണലിട്ട് കൊടുക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, തഖ്വ സ്വീകരിക്കുക, നന്മ സ്വീകരിക്കുക, തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. അത്തരം യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് നമ്മുടെ തക്ബീറാണ്. നമ്മളത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ്. ആ തക്ബീർ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു. ഇത് അള്ളാഹു കേൾക്കുന്നവരാണ്. 7-ാം ആകാശത്തിന്റെ മുകളിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ ഓരോ ഉറുമ്പിന്റെ ചലനങ്ങൾ വരെ മനസ്സിലാക്കുന്നവരാണ്. ഒരില പോലും ഭൂമിയിൽ വീഴുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടില്ലാതെ. ഒമാ തസ്കുതു മിൻ ബറകത്തിൻ ഇല്ലാ യഅലമുഹ, ഒരില പോലും ഈ ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീഴുന്നത് അള്ളാഹു അറിഞ്ഞിട്ടില്ലാതെയില്ല. എല്ലാം അവനറിയാം. അല്ലാമുൽ ഗുയൂബ്, എല്ലാ അദൃശ്യ കാര്യങ്ങളെയും അറിയുന്നവനാണ് അള്ളാഹു. മനുഷ്യർക്ക് ആ കഴിവില്ല. അവന്റെ അറിവ് പരിമിതമാണ്, അവന്റെ കഴിവുകൾ പരിമിതമാണ്, അവന്റെ ആയുസ് പരിമിതമാണ്. ശുഷ്കമായ ഒരു ആയുഷ്കാലമാണ് മനുഷ്യന് നൽകിയിട്ടുള്ളത്.
എപ്പോഴാണ് മരണമെന്ന് അവന് നിശ്ചയമില്ല. പക്ഷെ അത് യഖീനാണ്, ഉറപ്പുള്ള മരണത്തെയാണ് ഖുർആൻ യഖീൻ ഹത്താ യഅതിയകൽ യഖീൻ യഖീൻ എന്ന് വിളിച്ചിട്ടുള്ളത്. ആ യഖീൻ വരുമ്പോൾ ദൃഢവിശ്വാസത്തോടുകൂടി നന്മ പ്രവർത്തിച്ചുകൊണ്ട് ആ മലക്കുൽ മൗത്തിന് ജീവൻ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനായി അധ്വാനം ചെയ്യണം. അങ്ങനെ നന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരടിമക്ക് അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ അവനെ കൊണ്ട് അല്ലാഹു പ്രവർത്തി ചെയ്യിപ്പിക്കും. ഇസ്താമലഹു, അവനെ കൊണ്ട് അല്ലാഹു പ്രവർത്തി ചെയ്യിപ്പിക്കും. ആ പ്രവൃത്തി അവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യുഖ്ബലു അലൈഹി, അവന്റെ റൂഹ് പിടിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് വിശ്വാസിക്ക് വരുന്ന കാര്യമാണ്. നല്ലത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ദ്വാരക്കുന്നത്, അല്ലാഹുവേ എൻ്റെ ഏറ്റവും അവസാനത്തെ പ്രവൃത്തി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നൽ ഖവാതീം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏറ്റവും അവസാനമായി ഞാൻ ചെയ്യുന്ന മരണത്തിന് മുമ്പ് ചെയ്യുന്ന പ്രവൃത്തി നിനക്ക് ഇഷ്ടപ്പെട്ട നല്ല കാര്യമായിരിക്കണമേ എന്ന് എല്ലാ സമയങ്ങളിലും പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് നന്മ ചെയ്യുക, നന്മയുള്ളവരോടൊപ്പം സഹകരിക്കുക, സ്നേഹവും സൗഹാർദ്ദവും പങ്കെടുക്കുക. ദഅവത്തിന് ഒരു കൂട്ടായ്മ ആവശ്യമാണ്. ഇസ്ലാമിക പ്രബോധനം ഒറ്റയ്ക്കല്ല, അതിനൊരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അത് ശക്തമായ സമൂഹത്തിൽ സ്വാധീനിക്കും. അങ്ങോട്ട് തആവനു അൽ ബിർരി വത്തഖ്വ, നന്മക്കും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സൂക്ഷ്മതക്കും വേണ്ടി നിങ്ങൾ പരസ്പരം സഹകരിക്കണം. വലാ തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റങ്ങൾക്ക് വേണ്ടി പരസ്പര ശത്രുതയ്ക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കാൻ പാടില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ, സൗഹാർദ്ദത്തോടെ, സഹകരണത്തോടെ ഒരു കൂട്ടായ്മയായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. ഈമാനോട് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കുകയും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.